Dear students, welcome to Learner's World. In this video, I'm going to talk about questions and answers of Kerala Maritime History in BOM, except from Amazing Stories of Kerala Maritime History, FAUGP, MDC, Commerce and Management, Understanding Kerala, Natives of Development, Commerce and Entrepreneurship, third semester, Calicut University. Short answer questions are: how does the Sumerian records describe Kerala? Why? എങ്ങനെയാണ് സുമേറിയൻ റെക്കോർഡ്സിൽ കേരളനെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്? എന്തുകൊണ്ട്? കേരള ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് എ ഗാർഡൻ ഓഫ് സ്പൈസസ് ഇൻ സുമേറിയൻ റെക്കോർഡ്സ്. ദിസ് ഈസ് ബിക്കോസ് കേരള വാസ് ഫേമസ് ഫോർ ഇറ്റ്സ് റിച്ച് സപ്ലൈ ഓഫ് സ്പൈസസ് ആൻഡ് വാസ് ആൻ ഇമ്പോർട്ടൻറ്റ് ട്രേഡ് സെൻറ്റർ. അതായത് സുമേറിയൻ റെക്കോർഡ്സിൽ പ്രകാരം കേരളനെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് ഗാർഡൻ ഓഫ് സ്പൈസസ് ആണ്, സുഗന്ധവ്യഞ്ജനങ്ങളുടെ പൂന്തോട്ടം എന്നുള്ള നിലയിലാണ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. അതിനുള്ള കാരണം കേരള ഫേമസ് ആയിട്ടുള്ള ഒരു പ്ലേസാണ്. അതായത് സുഗന്ധവ്യഞ്ജനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന, അത് സപ്ലൈ ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ട്രേഡ് സെൻറ്ററാണ് കേരള എന്ന് പറയുന്നത്. വിച്ച് വാസ് വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ഫോറിൻ റിലീജിയൻസ് ടു അറൈവ് ഇൻ കേരള? ഹൗ ഡു യു നോ? ഏതാണ് ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഫോറിൻ റിലീജിയൻ? കേരളത്തിലെത്തിയിട്ടുള്ള ഫോറിൻ റിലീജിയൻ ഏതാണ്? ജൂതയിസം വാസ് വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ഫോറിൻ religions to arrive in Kerala. It is believed that King Solomon had visited Kerala for trade purposes. അതായത് സോളമൻ രാജാവ് കേരളത്തിൽ കച്ചവടത്തിനായിട്ടുള്ള ആവശ്യങ്ങൾക്ക് എത്തിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഫോറിൻ റിലീജിയൻ എന്ന് പറയുന്നത് ജൂതയിസമാണ്. ഇൻ വാട്ട് വേസ് ഡിഡ് ദ ലോക്കൽ റൂളേഴ്സ് സപ്പോർട്ട് ദ ജ്യൂസ്? ഏത് രീതിയിലാണ് ലോക്കൽ റൂളേഴ്സ് ജ്യൂസിനെ സപ്പോർട്ട് ചെയ്തത്, ജൂതന്മാരെ സപ്പോർട്ട് ചെയ്തത്? ലോക്കൽ റൂളേഴ്സ് ഗ്രാൻഡഡ് ജ്യൂസ് പ്രിവിലേജസ്, ഹോണേഴ്സ് ആൻഡ് ലാൻഡ്. ജൂയിഷ് ലീഡേഴ്സ് വർ അലൗഡ് ടു ബിൽഡ് ഹൗസസ് ആൻഡ് വർ ട്രീറ്റഡ് ലോയലി. അവരെ നല്ല രീതിയിലാണ് ട്രീറ്റ് ചെയ്തിരുന്നത് ലോക്കൽ റൂളേഴ്സ്. അവർക്ക് എല്ലാവിധത്തിലുള്ള പ്രിവിലേജ് നൽകിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ലാൻഡ്, അവിടെ വീട് വെക്കാനുള്ള ഇതൊക്കെ നൽകിയിട്ടുണ്ടായിരുന്നു. How do you know that there was active Indo-Roman trade in early centuries of the Christian era? നിങ്ങൾക്ക് എങ്ങനെയാണ് അറിയാമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് ഇന്തോ റോമൻ ട്രേഡ് ആക്റ്റീവായിട്ട് നടന്നിരുന്നു ഏർലി സെഞ്ച്വറീസിൽ. അതെങ്ങനെയാണ് നിങ്ങൾക്ക് അറിയുന്നത്? റോമൻ പോട്രി ആൻഡ് കോയിൻസ് ഡിസ്കവേർഡ് ഇൻ കേരള ആൻഡ് തമിഴ്നാട് ഇൻഡിക്കേറ്റ് ആക്റ്റീവ് ഇൻഡോ റോമൻ ട്രേഡ്. ദിസ് ട്രേഡ് വാസ് എ മേജർ പാർട്ട് ഓഫ് ഇന്ത്യൻ മാരിടൈം ഹിസ്റ്ററി. ഇന്ത്യയും റോമും തമ്മിൽ ഒരു ട്രേഡ്, കച്ചവടം നടന്നിട്ടുണ്ട് എന്നുള്ളതിനുള്ള തെളിവാണ്, എവിഡൻസ് ആയിട്ട് റോമൻ പോട്ടറി, മൺപാത്രങ്ങൾ, അതുപോലെ റോമൻ കോയിൻസൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. തമിഴ്നാട്, കേരള ഇവിടേക്കാണ് കണ്ടെത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവർ തമ്മിലുള്ള ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു, ഒരു ട്രേഡ് കണക്ഷൻ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.